ഹായ് ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് പാലടയാണ്. വീഡിയോയിലേക്ക് പോണതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണും. 800 ഗ്രാം അട വെച്ചാണ് ഞാനിവിടെ പാലട ഉണ്ടാക്കിയിട്ടുള്ളത്. ആദ്യം നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 4 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ അത്യാവശ്യം കട്ടിയുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കട്ടിയില്ലാത്ത പാലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളമെല്ലാം ചേർത്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. 1 കിലോ അടയ്ക്ക് 8 ലിറ്റർ പാലാണ് നമുക്ക് ഏകദേശം എടുക്കേണ്ടത്. അതിനനുസരിച്ച് നമുക്ക് പാൽ എടുത്താൽ മതി. പാലൊന്ന് തിളച്ച് വന്നാലാണ് നമുക്കിതിലേക്ക് അട ചേർത്ത് കൊടുക്കേണ്ടത്. അട ഞാൻ തിളച്ച വെള്ളത്തിൽ ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ അട ഏകദേശം ഒരു പകുതിയോളം വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ സോക്ക് ചെയ്ത് വെച്ച് അട ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഞാനിതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് വെക്കുകയാണ്. പാലടയ്ക്ക് ഒരു പിങ്ക് കളർ കിട്ടാനായിട്ട് പഞ്ചസാര ഉരുക്കി ഒഴിക്കാനുണ്ട്. അതിനായിട്ടൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം പഞ്ചസാര ഉരുക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ പഞ്ചസാര ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കുന്നതിന് മുന്നേ തന്നെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര ഉരുക്കിയത് കൂടുതൽ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സാക്കി നോക്കാം. പിന്നെ നമുക്ക് കളറിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ പായസം നല്ല പിങ്ക് കളറിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പായസം നല്ലപോലെ കുറുക്കിയെടുക്കണം. ഇങ്ങനെ കുറുക്കിയെടുക്കുന്ന സമയത്താണ് പാലട നല്ലപോലെ വെന്ത് കിട്ടുന്നത്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. അടയും പാലൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ആകുമ്പോഴാണ് പാലടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ 1 മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. ഇപ്പോൾ ഇവിടെ പാലട ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. പാലടയിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അല്ലാതെ തന്നെ പാലടയ്ക്ക് നല്ല ടേസ്റ്റും കട്ടിയൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ പാലട ഒന്നുകൂടി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. പായസം ഒന്ന് തണുത്താൽ ഇതൊന്നും കൂടെ നമുക്ക് കട്ടിയായി കിട്ടും. ഇപ്പോൾ ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലട റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇതുപോലെ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കിനും ഇന്ന് വിട പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ്. താങ്ക് യു.